CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലപ്പുറം ജില്ലയിലെ ബാങ്കുകളിൽ സെപ്റ്റംബർ പാദത്തിൽ നിക്ഷേപത്തിലും വായ്പയിലും വൻ വർധനവ്. ജില്ലയിലെ ആകെ നിക്ഷേപം 46,607.02 കോടി രൂപയായി ഉയർന്നതായി ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം വിലയിരുത്തി. മലപ്പുറം റൂബി ലോഞ്ചിൽ നടന്ന യോഗം ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. കോട്ടോപ്പാടത്തിന്റെ അഭിമാനമായി മുഹമ്മദ് സിനാൻ. സമയോചിതമായ ഇടപെടലിലൂടെ 2 കൂട്ടുകാരുടെ ജീവൻ രക്ഷിച്ച കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സിദാൻ രാജ്യത്തിന്റെ പരമോന്നത ബാലപുരസ്കാരം ഏറ്റുവാങ്ങി. പ്രീമിയർ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 1ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ തുടക്കമായി. നജീബ് കാന്തപുരം MLA ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. വള്ളുവനാടൻ ഉത്സവങ്ങളുടെ വർണ്ണമേള പണിഞ്ഞ് ചെർപ്പുളശ്ശേരി പന്നിയംകുറിശി തിരുമാധാകുന്ന് ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. തിറാപ്പൂതൻ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും ഗജവീരന്മാരും പൂരത്തിന് പകിട്ടേകി. വൈകിട്ട് ക്ഷേത്രമൈതാനിയിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ നടന്ന വേലസംഗമത്തിന് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു. മലപ്പുറം ജില്ലയിലെ ബാങ്കുകളിൽ സെപ്റ്റംബർ പാദത്തിൽ നിക്ഷേപത്തിലും വായ്പയിലും വൻ വർധനവ്. ജില്ലയിലെ ആകെ നിക്ഷേപം 46,607.02 കോടി രൂപയായി ഉയർന്നതായി ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം വിലയിരുത്തി. മലപ്പുറം റൂബി ലോഞ്ചിൽ നടന്ന യോഗം ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും, അഗ്രികൾച്ചർ, ഫിഷറീസ് തുടങ്ങിയ പല ഡിപ്പാർട്ട്മെന്റുകൾക്കും സാധാരണ നമ്മുടെ പ്ലാൻ ഫണ്ട് സാധാരണ ഉള്ളതിനേക്കാളും മുൻ വർഷത്തിനേക്കാളും വലിയൊരു പുരോഗതി, വലിയൊരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് പ്ലാൻ ഫണ്ടിൽ കിട്ടാറില്ല. കാരണം സ്റ്റേറ്റിന്റെ ബഡ്ജറ്റിന്റെ അത്രയധികം ഇൻക്രീസ് ചെയ്യാറില്ല. ഓരോ വർഷവും 10-15% നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതേസമയം ആ ജില്ലയുടെ വികസനത്തിന് താല്പര്യമുള്ള ഒരു ഡിസ്ട്രിക്ട് ഓഫീസർമാരെ സംബന്ധിച്ച് അവർക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും, ജില്ലയുടെ വികസനത്തിന് വേണ്ടി വരുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മൾ പ്ലാനിൽ ഉൾപ്പെടുത്തിയാലും സ്റ്റേറ്റ് ലെവലിൽ കൺസിഡർ ചെയ്യുമ്പോൾ കുറേയൊക്കെ ഒഴിവാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് നമ്മളതിനെ ഓരോ നമ്മുടെ പ്രധാനപ്പെട്ട പദ്ധതികൾ ശരിയായ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും അവരുടെ പ്രോജക്റ്റ് പ്രിപ്പറേഷനും അവരുടെ പ്രോജക്റ്റ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിനും ഒക്കെ അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. DIC ട്രെയിനിങ്സ് കൊടുക്കാറുണ്ട്, RCTയുടെ ട്രെയിനിങ് ഉണ്ട്. ഇവരെന്തുമാത്രം പ്ലേസ് ചെയ്യുന്നു, അവർക്ക് എന്തുമാത്രം മുമ്പോട്ടൊരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു, അവർക്ക് എവിടെയൊക്കെ ഹെൽപ്പ് വേണം. കേവലം ലോൺ കൊടുക്കുക മാത്രമല്ല, അവർ ഫേസ് ചെയ്യപ്പെടുന്ന ചലഞ്ചസ്, ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അത് സപ്പോർട്ട് കൊടുക്കുക. നിക്ഷേപ വായ്പാ അനുപാതം ജില്ലയുടെ മൊത്തത്തിലുള്ള ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് നിരക്ക് 64.80%. എന്നാൽ പല പ്രമുഖ ബാങ്കുകളും 60% താഴെയാണെന്നത് യോഗം ഗൗരവമായി എടുത്തു. വായ്പാ അനുപാതം 60% താഴെയുള്ള ബാങ്കുകൾ അത് വർദ്ധിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. വായ്പാ വിതരണത്തിലെ പുരോഗതി. ജില്ലയിലെ മൊത്തം വായ്പകൾ 30,203.60 കോടി രൂപയായി ഉയർന്നു. കഴിഞ്ഞ പാദത്തെ അപേക്ഷിച്ച് 1,327.64 കോടി രൂപയുടെ വർധനവാണിത്. വാർഷിക ക്രെഡിറ്റ് പ്ലാൻ പ്രകാരം മുൻഗണനാ മേഖലയിൽ 54% നേട്ടം കൈവരിക്കാനായി. കൃഷി മേഖലയിൽ 7,342 കോടി രൂപയുടെ വായ്പകൾ നൽകി. ദ്വിതീയ മേഖലയിൽ 63%, തൃതീയ മേഖലയിൽ 19%വുമാണ് നേട്ടം. കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ പരമാവധി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ ബാങ്കുകൾ ശ്രമിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കവളപ്പാറ ദുരിതബാധിതരുടെ വായ്പകൾ തള്ളിക്കളയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കളക്ടർ ബാങ്കുകളോട് നിർദ്ദേശിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള നബാർഡ് വാർഷിക ക്രെഡിറ്റ് പ്ലാനിന്റെ പ്രകാശനം ചടങ്ങിൽ കളക്ടർ നിർവഹിച്ചു. LDM MV അഞ്ജന ദേവ്, RBI LDOVS അഖിൽ, കനറ ബാങ്ക് റീജിയണൽ ഹെഡ് പുലി സായി കൃഷ്ണ, നബാർഡ് CDM മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. CCN മലപ്പുറം. കോട്ടോപ്പാടത്തിന്റെ അഭിമാനമായി മുഹമ്മദ് സിദാൻ. സമയോചിതമായ ഇടപെടലിലൂടെ 2 കൂട്ടുകാരുടെ ജീവൻ രക്ഷിച്ച കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ
6ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സിദാൻ രാജ്യത്തിന്റെ പരമോന്നത ബാലപുരസ്കാരം ഏറ്റുവാങ്ങി. वहाँ पर लकड़ी की स्टिक का इस्तेमाल करके उन्होंने उनकी जान बचाई. 2025 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും സിദാൻ ഏറ്റുവാങ്ങി. ഈ വർഷം കേരളത്തിൽ നിന്ന് ഈ നേട്ടം കൈവരിക്കുന്ന ഏക കുട്ടിയാണ് മുഹമ്മദ് സിനാൻ. കഴിഞ്ഞ വർഷം അർദ്ധവാർഷിക പരീക്ഷ എഴുതാൻ സ്കൂൾ ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് സിദാന്റെ കൂട്ടുകാരൻ മുഹമ്മദ് റജീഹിന് ഷോക്കേറ്റു. ഇത് കണ്ട് രക്ഷിക്കാൻ ശ്രമിച്ച മറ്റൊരു കൂട്ടുകാരൻ ഷഹജാസും വൈദ്യുത പ്രവാഹത്തിൽ അകപ്പെട്ടു. പോകാതെ പരിഭ്രാന്തരാകാതെ അടുത്തുകിടന്ന ഉണങ്ങിയ വടി ഉപയോഗിച്ച് സിദാൻ കൂട്ടുകാരെ വൈദ്യുതി ലൈനിൽ നിന്നും തട്ടിമാറ്റുകയായിരുന്നു. സിദാന്റെ ഈ മനസാന്നിധ്യം വലിയൊരു ദുരന്തം ഒഴിവാക്കി. സിദാന്റെ ഈ നേട്ടം കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാ മാധ്യമങ്ങളിലൂടെയും കണ്ടറിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ വർഷം ആദ്യത്തിൽ ഈ ഒരു നേട്ടത്തിനെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ധീരതയ്ക്കുള്ള അവാർഡ് അതിന് അർഹനാക്കണം എന്നൊരു താല്പര്യം മനസ്സിലുണ്ടായിരുന്നു. സാധാരണ ഇത്തരം അവാർഡുകൾ നോമിനേറ്റ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളാണ്. നിർഭാഗ്യവശാൽ സിദാന്റെ ഈ ഒരു കാര്യം ഡിപ്പാർട്ട്മെന്റുകളിൽ ആരും ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും ധീരതയ്ക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാവുന്ന, ഏത് ഇന്ത്യൻ പൗരനും മറ്റൊരാളെ റെക്കമെൻഡ് ചെയ്യാവുന്ന ഒന്നാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ. കുട്ടികൾക്ക് വേണ്ടി, അതായത് 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നേട്ടത്തിൽ ആർക്കും ഈ ഒരു അവാർഡിന് അപ്ലൈ ചെയ്യാം. ഒരുപാട് കാറ്റഗറികളുണ്ട്. അതിലൊന്ന് മാത്രമാണ് ധീരത. അപ്പോൾ ആ ധീരതയ്ക്കുള്ള അവാർഡിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ കയറി പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാറിന് അപ്ലൈ ചെയ്തത് ഞാനാണ്. ഈ ഒരു നേട്ടത്തിന് കൂടെ നിന്നത് എന്റെ കോട്ടപ്പുറം കല്ലടി അബ്ദുൽ സ്കൂളിലെ മുഴുവൻ അധ്യാപകരും സിദാന്റെ വീട്ടുകാരുമാണ്. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും സ്കൂളിലെ മുൻ NCC ഓഫീസറുമായ ഗിരീഷാണ് സിദാനെ പുരസ്കാരത്തിനായി നാമനിർദ്ദേശം ചെയ്തത്. 18 സംസ്ഥാനങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 20 കുട്ടികളിൽ ഒരാളായി സിദാൻ മാറി. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുരസ്കാര വിജയികളുമായി സംവദിച്ചു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി സ്വാഗതം ആശംസിച്ചു. കോട്ടോപ്പാടം സ്വദേശികളായ ഫാറൂഖിന്റെയും ഫാത്തിമയുടെയും മകനാണ് സിദാൻ. മുഹമ്മദ് സിനാൻ, മുഹമ്മദ് സിയാൻ എന്നിവർ സഹോദരങ്ങളാണ്. ഹെഡ്മാസ്റ്റർ KS മനോജ്, വല്യുപ്പ സിദ്ദിഖ് എന്നിവർക്കൊപ്പമാണ് സിദാൻ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഡൽഹിയിലെത്തിയത്. CCN ചത്തല്ലൂർ. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി UDF-ലെ ഷബീർ കർമുക്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വൈസ് പ്രസിഡന്റായി മുബീന തസ്നിയയും തിരഞ്ഞെടുത്തു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഷബീർ കർമുക്കിൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്ക് 17 വോട്ടുകൾ വീതം ലഭിച്ചു. എതിർ സ്ഥാനാർത്ഥികളായ LDF പ്രതിനിധികൾക്ക് 6 വോട്ടുകളാണ് ലഭിച്ചത്. പഞ്ചായത്തിലെ ഏക BJP അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്നും പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും ചുമതല ഏറ്റെടുത്ത ശേഷം പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ പറഞ്ഞു. വലിയൊരു ടീം, രാധാകൃഷ്ണൻ മാഷ്, അനീഷേട്ട, UDF-ന്റെ കുന്നത്ത് മുഹമ്മദ് സാഹിബ് അടക്കമുള്ള, പ്രത്യേകിച്ച് എന്റെ പ്രിയ നേതാവ് തങ്ങളുട്ടി, ഹാരിസ് കളത്തിൽ, സെയ്ദ് BP അടക്കമുള്ള, ജബ്ബാർ സാഹിബ് അടക്കമുള്ള വലിയൊരു ടീമുണ്ട്. അതിന് നല്ലൊരു ടീം യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയൊക്കെ ജോണിച്ചായൻ അടക്കമുള്ളവരുടെ നല്ലൊരു ശക്തമായ ടീമായിട്ട് ഞങ്ങൾ ഈ അങ്ങാടിപ്പുറത്തിനെ കൊണ്ടുവരും. അതിന് പറയാനുള്ളത്, രാഷ്ട്രീയ സമയത്ത് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇവിടുത്തെ പൊതുജനത്തോട് ഞങ്ങളൊരു വിവേചനമില്ലാത്ത പ്രവർത്തനമായിരിക്കും. അത് LDF-ന്റെ മെമ്പറോ BJP-യുടെ മെമ്പറോ മറ്റു വിവേചനമില്ലാതെ എല്ലാവരെയും ഒരുപോലെ ഒരു കുടക്കീയിൽ കൊണ്ടുപോകുക എന്നാണ് വലിയ ലക്ഷ്യമുള്ളത്. UDF പ്രവർത്തകർ പഞ്ചായത്ത് പരിസരത്ത് ആഹ്ലാദ പ്രകടനവും നടത്തി. CCN പെരിന്തൽമണ്ണ. പ്രീമിയർ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 1ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ തുടക്കമായി. നജീബ് കാന്തപുരം MLA ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെല്ലാം വ്യത്യസ്ത കള്ളികളിൽ നിന്നുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും പോരാടിയത്. ആ തെരഞ്ഞെടുപ്പ് കാലം അവസാനിച്ചിരിക്കുന്നു. ഇനി ഫുട്ബോൾ മാമാങ്കത്തിന്റെ കാലമാണ്. ഇനി നമ്മൾ ഒരേ കള്ളിയിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഫുട്ബോൾ ആസ്വദിക്കുന്നത്.
ഒരേ കള്ളിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഫുട്ബോളിനെ ഹൃദയത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. അതാണ് മലപ്പുറം, അതാണ് ഫുട്ബോൾ. ആ ഫുട്ബോളിന്റെ ഏറ്റവും നല്ല ലഹരിയിലേക്ക് നമ്മളെല്ലാവരും ഒരു നീണ്ട കാലത്തെ സമ്പന്നമാക്കുന്ന തരത്തിലേക്ക് ഫുട്ബോൾ അതിശയകരമായി പെരിന്തൽമണ്ണയെ വാരിപ്പുണരുന്ന രാത്രിയാണ്. പെരിന്തൽമണ്ണ നഗരസഭ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദ്, സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ, ട്രഷറർ KT ഹംസ, ടീം മാനേജ്മെന്റ് അസോസിയേഷൻ സെക്രട്ടറി വാഹിദ് കുപ്പൂത്ത് എന്നിവർ മുഖ്യാതിഥികളായി. Thank you so much. And now, പ്രീമിയർ ക്ലബിന്റെ പതാക ഉയർത്തുന്നതിന് വേണ്ടി ഹക്കീം സാറിനെയും ഇസ്മായിൽ സാറിനെയും മുൻപോട്ട് ക്ഷണിക്കുന്നു. AK നാസർ, അരിഞ്ഞിക്കൽ ആനന്ദൻ, നാലകത്ത് ബഷീർ, മൻസൂർ നെച്ചിയിൽ, ഫസൽ നാലകത്ത് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ക്ലബ് പ്രസിഡന്റ് U അബ്ദുൽ കരീം, സെക്രട്ടറി CH റിയാസ്, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഹക്കീം മാടശ്ശേരി, കൺവീനർ കീശ്ശേരി ഇസ്മായിൽ, NM മെഹ്റലി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിപുലമായ സമിതിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. Left forward, Hafiz Digital 7, stand by. Rizan Mohammed, jersey number 11, Faji, jersey number 5, team manager, Sophie. Stadium off-white jersey number, base Babu. ആയിരക്കണക്കിന് കാണികളെ സാക്ഷിയാക്കി നടന്ന ഉദ്ഘാടന മത്സരത്തിൽ AYC ഉച്ചാരക്കടവും ബോയ്സ് പെരുമ്പാവൂരും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. വരും ദിവസങ്ങളിൽ പ്രമുഖ സെവൻസ് ടീമുകൾ മാറ്റുരയ്ക്കുന്ന പോരാട്ടങ്ങൾ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. CCN പെരിന്തൽമണ്ണ. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ അംഗീകാരമുള്ള മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 10 മുതൽ ആശുപത്രിപ്പടി മുബാസ് ഗ്രൗണ്ടിൽ നടക്കും. 18 ടീമുകൾ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. കേരളത്തിലെ ഫുട്ബോൾ രംഗത്ത് പ്രഗത്ഭരായ ഫിഫ മഞ്ചേരി, അൽമദീന ചെർപ്പശ്ശേരി, ഇസ ഗ്രൂപ്പ് ചെർപ്പശ്ശേരി, KDS കീശ്ശേരി, റോയൽ ട്രാവൽസ് അടങ്ങിയ 18ഓളം പ്രമുഖ ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. ഉദ്ഘാടന ദിവസം അന്ന് പ്രശസ്ത സിനിമാ നടൻ വിനോദ് കോവൂര് മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കും. കഴിഞ്ഞ 12 വർഷങ്ങളിലായി നടത്തിയ ടൂർണമെന്റുകളിൽ നിന്നും ലഭിച്ച 1 കോടിയോളം രൂപ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും കുട്ടികൾക്കുള്ള ഫുട്ബോൾ പരിശീലനങ്ങൾക്കും ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയാണ് MFA 13ാമത് ടൂർണമെന്റിന് ഒരുങ്ങുന്നത്. കേരളത്തിലെ പ്രശസ്തരായ ഫിഫ മഞ്ചേരി, അൽമദീന ചെറുപ്പുളശ്ശേരി, റോയൽ ട്രാവൽസ് കോഴിക്കോട്, KDS കീഴ്ശ്ശേരി, ഇസ ഗ്രൂപ്പ് ചെറുപ്പുളശ്ശേരി ഉൾപ്പെടെ 18 ടീമുകൾ ഒരു മാസക്കാലം നടക്കുന്ന ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. 6000-ൽ പരം കാണികളെ ഉൾക്കൊള്ളുന്ന തരത്തിൽ പൂർണ്ണമായും
മുഴുവനും ഇരുമ്പിൽ തീർത്ത ഗ്യാലറിയും LED വെളിച്ച സംവിധാനങ്ങളും ഉൾപ്പെടെ പൂർണ്ണ സുരക്ഷിതത്വവും ഗ്രീൻ പ്രോട്ടോകോളും വിവിധ സർക്കാർ അനുമതികളും പാലിച്ചുകൊണ്ടാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത്. 2 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. ഉദ്ഘാടന പരിപാടിയിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക കലാകായിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത സിനിമാ താരം വിനോദ് കോവൂർ, ഗായകരായ ജൂനിയർ കണ്ണൂർ ഷെരീഫ്, ഫൈസൽ നാദാപുരം അടക്കമുള്ള വിവിധ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാസന്ധ്യയും അരങ്ങേറുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുള്ള ടൂർണമെന്റുകൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അതായത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ പ്രശ്നം മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 ടൂർണമെന്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെയൊക്കെ നല്ല ജനപങ്കാളിത്തവും വിജയവും ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായാലും മണ്ണാർക്കാട് ഫുട്ബോൾ പ്രേമികൾക്ക് ഒരിക്കലും നിരാശ വരുത്താത്ത രീതിയിലുള്ള ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ച് നൽകാൻ MFA ബാധ്യസ്ഥരാണ്. ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ലിൻഷ ഞങ്ങളുടെ ടൂർണമെന്റ് കളിക്കുന്നില്ല എന്നുള്ളത് മാനസികമായി ഞങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ പോലും അത് ഫുട്ബോൾ ടൂർണമെന്റ് രംഗത്ത്, ഫുട്ബോൾ മത്സര രംഗത്ത് അതിന് പ്രയാസമില്ലാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ ടൂർണമെന്റ് സംഘടിപ്പിക്കും. അതുപോലെ തന്നെ 6000-ഓളം ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരുമ്പിന്റെ ഗാലറിയാണ്, പൂർണ്ണമായി ഇരുമ്പിൽ തീർത്ത ഗാലറിയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ സർക്കാർ സംവിധാനങ്ങളും നൽകുന്ന ലൈസൻസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ടൂർണമെന്റ് മുന്നോട്ട് പോകുന്നത്. 2 കോടി രൂപയുടെ ഇൻഷുറൻസ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഉദ്ഘാടന പരിപാടി തന്നെ അതിഗംഭീരമായി തന്നെയാണ് നടത്തുന്നത്. അങ്ങനെ ഒരുപാട് പ്രൊമോഷൻസ്, അപ്ഡേഷൻസ് ഒക്കെ ഈ ടൂർണമെന്റിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് MFAയും അതോടൊപ്പം തന്നെ SFAയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി, ജനറൽ സെക്രട്ടറി ഫിറോസ് ബാബു, ട്രഷറർ സലീം മറ്റത്തൂർ, ഭാരവാഹികളായ ഫിഫ മുഹമ്മദ് അലി, ഷിഹാബ് എന്നിവർ സംസാരിച്ചു. CCN മണ്ണാർക്കാട്. വള്ളുവനാടൻ ഉത്സവങ്ങളുടെ വർണ്ണമേള പണിഞ്ഞ് ചെർപ്പുളശ്ശേരി പന്നിയംകുറിശി തിരുമാതാകുന്ന ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. തിറ, പൂതൻ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും ഗജവീരന്മാരും പൂരത്തിന് പകിട്ടേകി. വൈകിട്ട് ക്ഷേത്ര മൈതാനിയിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ നടന്ന വേലസംഗമത്തിന് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഉച്ചയ്ക്കുശേഷം കുറുമാപ്പള്ളി മനയിൽ നിന്നുള്ള തെക്കൻ വേലയും വടക്കുകിഴക്കൻ പടിഞ്ഞാറൻ വേലകളും കൊട്ടിപ്പുറപ്പെട്ടതോടെ ക്ഷേത്രതട്ടകം ഉത്സവാഘോഷത്തിലായി. പാടവരമ്പുകളിലൂടെയും ഗ്രാമീണ റോഡുകളിലൂടെയും നിറങ്ങളിൽ ആറാടി നീങ്ങിയ തിറ, പൂതൻ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും കുടകളും ഗജവീരന്മാരും പന്നിയംകുറിശി പൂരത്തിന്റെ പകിട്ട് വിളിച്ചോതി. അവരെത്ര നമ്മൾ നടത്തുന്നതാണ് ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്നത്.
വൈകിട്ട് ക്ഷേത്ര മൈതാനിയിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ നടന്ന വേലസംഗമത്തിന് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു. എഴുന്നള്ളിപ്പ് പ്രദക്ഷിണം പൂർത്തിയാക്കിയതോടെയാണ് പകൽപൂരത്തിന് സമാപനമായത്. CCN ചെർപ്പുളശ്ശേരി. താഴിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി ഹുസൈൻ കളപ്പാടിനെ തിരഞ്ഞെടുത്തു. നിലവിൽ മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം വൈസ് പ്രസിഡന്റാണ് ഹുസൈൻ. 3ാം വാർഡായ അമ്മിനിക്കാട് നിന്നാണ് വിജയിച്ചത്. KP ഹുസൈൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ. പഞ്ചായത്തിലെ 3ാം വാർഡായ അമ്മിനിക്കാട് നിന്നാണ് ഹുസൈൻ ജനവിധി തേടിയത്. 13ാം വാർഡ് മാടമ്പാറയിൽ നിന്നുള്ള ദിവ്യ മൂത്തേടത്താണ് വൈസ് പ്രസിഡന്റ്. മുന്നണി ധാരണ പ്രകാരം പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനുമാണ്. ആദ്യമായി ജനവിധി തേടി വിജയിച്ചെത്താൻ ജനങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും സജീവമായി ഉണ്ടാകുമെന്ന് KP ഹുസൈൻ പറഞ്ഞു. ഏറ്റവും തൊട്ട് നടന്ന തെരഞ്ഞെടുപ്പിലെ വിജയിച്ച് അമ്മിനിക്കാട് 3ാം വാർഡിൽ നിന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി UDF പാനലിൽ വിജയിച്ച KP ഹുസൈൻ എന്ന എന്നെ ഇന്ന് താഴിക്കോട് പഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ എൻ്റെ എല്ലാ നന്ദിയും ജനങ്ങളോടാണ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ. അത് അവരോടുള്ള എല്ലാ കടപ്പാടും ഞാൻ ഈ പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിയമപരമായ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ വികസന കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും നിർവഹിക്കുമെന്നാണ് ആദ്യമായി പറയാനുള്ളത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലും UDF നേതൃത്വം ഭരണമേറ്റെടുത്തു. 17ാം വാർഡ് പൂവത്താണിയിൽ നിന്നുള്ള റുക്സാനി സയ്യിദ് പ്രസിഡന്റായും 16ാം വാർഡ് കാവുവട്ടത്തു നിന്നുള്ള VD മണികണ്ഠൻ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ആകെയുള്ള 18 വോട്ടുകളിൽ 13 വോട്ടുകൾ നേടിയാണ് റുക്സാനി സയ്യിദ് വിജയിച്ചത്. LDFിലെ ശാരദയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. തച്ചനാട്ടുകരയിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇത്തവണ പുതുമുഖങ്ങളാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം നിൽക്കുമെന്നും വീട്ടമ്മമാരെ സ്വയം പര്യാപ്തമാക്കാനുള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകുമെന്നും റുക്സാനി സയ്യിദ് അധികാരം ഏറ്റെടുത്ത ശേഷം പറഞ്ഞു. ഇവിടെ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ ഞാനൊരു ഹൗസ് വൈഫായിരുന്നു. ഏകദേശം 10 വർഷത്തോളം ഞാൻ കുട്ടികളുടെയും കാര്യങ്ങളൊക്കെ നോക്കി വീട്ടമ്മയായിട്ട് കഴിഞ്ഞുകൂടിയിരുന്നു എഡ്യൂക്കേഷന് ശേഷം. അപ്പോൾ എൻ്റെ അറിവിൽ ഒരുപാട് എനിക്ക് അറിവിലേക്ക് അറിയുന്ന ഞങ്ങളുടെ നാട്ടുകാരായ ഒരുപാട് സ്ത്രീ സമൂഹം വീട്ടിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ പുറത്തേക്ക് വരാനും ഒരുപാട് അവരുടെ ജീവിതത്തിന് അവർക്ക് എന്തെങ്കിലും അവരാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് എൻ്റെ ചുറ്റിലുമുണ്ട്. അപ്പോൾ അവർക്ക് നല്ലതായിട്ടുള്ള ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഓരോ കാര്യങ്ങളാണെങ്കിലും ഇടപെടുത്തി പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ മുൻനിർത്തി ഭരണസമിതി എല്ലാവരും അറിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കൃത്യമായിട്ട് അവരുടെ വരുമാനം അവരുടെ ജീവിതത്തിലൊരു ഉയർച്ചയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെയും മുന്നണി ധാരണ പ്രകാരം പ്രസിഡന്റ് പദവി മുസ്ലിം ലീഗിനും വൈസ് പ്രസിഡന്റ് പദവി കോൺഗ്രസിനുമാണ്. CCN ചെത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ പരിധിയിലുള്ള വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും പുതിയ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ചുമതലയേറ്റു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റായി അശോക് കുമാറിനെ തിരഞ്ഞെടുത്തു. ജ്യോതിവാസനാണ് വൈസ് പ്രസിഡന്റ്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി അശോക് കുമാറിനെ തെരഞ്ഞെടുത്തു. പൂക്കോട്ടുകാവ് വാർഡംഗമായ അദ്ദേഹം മുൻപ് CPIM പൂക്കോട്ടുകാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റായി ശ്രീകൃഷ്ണപുരം ഡിവിഷൻ അംഗം ജ്യോതിവാസനും തെരഞ്ഞെടുക്കപ്പെട്ടു. 14 വാർഡുകളുള്ള ബ്ലോക്കിൽ LDFന് 8ഉം UDFന് 6ഉം അംഗങ്ങളാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ഒരുമിപ്പിച്ച് ചേർത്ത് കൊടുത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും നമ്മൾ നടത്തും. തീർച്ചയായും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന നല്ല ബ്ലോക്ക് പഞ്ചായത്തായി നിലനിർത്താൻ ആവശ്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തും. തീർച്ചയായും ഒരു മെച്ചപ്പെട്ട അവസ്ഥ നമ്മുടെ നാട്ടിലെ ആളുകൾക്കാകെ ലഭിക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള ഇടപെടൽ ആണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. തീർച്ചയായും പരിചയസമ്പന്നനായ P. അരവിന്ദാക്ഷൻ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി 2ാമതും ചുമതലയേറ്റു. കുളക്കാട്ടുകുറിശി 6ാം വാർഡിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്. ശ്രീകൃഷ്ണപുരം വാർഡിൽ നിന്നുള്ള അരുണ ടീച്ചറെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. 3-നെതിരെ 12 വോട്ടുകൾ നേടിയാണ് ഇരുവരും വിജയിച്ചത്. വരണാധികാരി കടമ്പഴിപ്പുറം സബ് രജിസ്ട്രാർ SK പ്രമോദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷയായി വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അരുണ എന്ന ഞാൻ
നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. 16 വാർഡുകളുള്ള ഇവിടെ LDF 12, UDF 3, NDA 1 എന്നിങ്ങനെയാണ് കക്ഷിനില. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഭരണസമിതി എന്നോ അല്ലെങ്കിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ രണ്ട് പക്ഷമില്ല. പഞ്ചായത്ത് രാജിൻ്റെ ഏറ്റവും സവിശേഷമായ കാര്യം അതാണ്. 16 പേരടങ്ങുന്ന ഒരു ടീം എന്ന രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. ആ ടീം എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധികളായിട്ട് ജയിച്ചു വന്നവരുണ്ട്, BJPയുടെ പ്രതിനിധിയായിട്ട് ജയിച്ചു വന്നവരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം പിന്തുണ അവർ പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് ഇതുപോലെ നമ്മുടെ പരിപാടികളിലും പ്രവർത്തനങ്ങളിലും യോഗങ്ങളിലുമെല്ലാം ഉണ്ടാകുന്നതോടൊപ്പം അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പിന്തുണ പഞ്ചായത്തിൻ്റെ പൊതുവായ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റായി കല്ലുവഴി വാർഡംഗം ഡോക്ടർ N. രാജേഷ് തിരഞ്ഞെടുക്കപ്പെട്ടു. വാഴൂർ വാർഡംഗം P. കൃഷ്ണകുമാരിയാണ് വൈസ് പ്രസിഡന്റ്. 14 വാർഡുകളുള്ള ഇവിടെ 12 എണ്ണവും LDF-നാണ്. UDF-ന് 2 അംഗങ്ങളാണ് ഉള്ളത്. കടമ്പഴിപ്പുറം നോർത്ത് 2-ാം വാർഡിൽ നിന്നും വിജയിച്ച MK ബീന കടമ്പഴിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റു. ആലങ്ങാട് വാർഡംഗം കൃഷ്ണൻകുട്ടിയാണ് വൈസ് പ്രസിഡന്റ്. 20 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDF 15, UDF 4, NDA 1 എന്നിങ്ങനെയാണ് അംഗബലം. വെളിനേഴി പഞ്ചായത്ത് പ്രസിഡന്റായി 14-ാം വാർഡ് പ്രതിനിധി A. സുരേഷ് കുമാർ തിരഞ്ഞെടുക്കപ്പെട്ടു. മുറിയങ്കണ്ണി വാർഡംഗം രമാദേവി വൈസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. ആകെയുള്ള 14 വാർഡുകളിൽ 12 സീറ്റും LDF നേടിയപ്പോൾ UDF-ന് 2 അംഗങ്ങളാണ് ഉള്ളത്. CCN കടമ്പഴിപ്പുറം. UDF വ്യക്തമായ ഭൂരിപക്ഷം നേടിയ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ ഷീബ പാട്ടത്തൊടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ P. രാധാകൃഷ്ണനെയും തിരഞ്ഞെടുത്തു. ഭരണാധികാരി മണികണ്ഠന്റെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഷീബ പാട്ടത്തൊടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും 20 അംഗങ്ങളുള്ള കരിമ്പുഴ പഞ്ചായത്തിൽ 14 വോട്ടുകൾ നേടിയാണ് ഷീബ പാട്ടത്തൊടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചത്. എളുമ്പുലാശ്ശേരി വാർഡിൽ നിന്നുള്ള P. രാധാകൃഷ്ണൻ ഷീബയുടെ പേര് നിർദ്ദേശിക്കുകയും അമ്പലപ്പാടം വാർഡംഗം N. ഹംസ പിന്താങ്ങുകയും ചെയ്തു. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച CPM-ലെ T. ഷീജയ്ക്ക് 4 വോട്ടുകൾ ലഭിച്ചു. 2 അംഗങ്ങളുള്ള BJP തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 14 വോട്ടുകൾ നേടിയാണ് കോൺഗ്രസിലെ P. രാധാകൃഷ്ണൻ വിജയിച്ചത്. N. ഹംസ നിർദ്ദേശിച്ച രാധാകൃഷ്ണനെ M. ചന്ദ്രമോഹനൻ പിന്താങ്ങി. വനിതാ സംവരണമായ പ്രസിഡന്റ് പദവിയിലേക്ക് 2-ാം തവണയാണ് ഷീബ പാട്ടത്തൊടി നിയോഗിക്കപ്പെടുന്നത്. 2015 മുതൽ 2019 വരെ കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഇവർ 2020 മുതൽ 2025 വരെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. നിലവിൽ വനിതാ ലീഗ് പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഷീബ. വികസന തുടർച്ചയ്ക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകുന്ന ഭരണമായിരിക്കും കരിമ്പുഴയിൽ ഉണ്ടാവുകയെന്ന് പുതിയ ഭരണസമിതി അറിയിച്ചു. സത്യപ്രതിജ്ഞ ചടങ്ങിനു ശേഷം UDF പ്രവർത്തകർ പഞ്ചായത്ത് പരിസരത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. CCN കടമ്പഴിപ്പുറം. 30 വർഷത്തെ UDF ഭരണത്തിന് അന്ത്യം കുറിച്ച് കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ LDF ഭരണസമിതി അധികാരമേറ്റു. CPIM-ലെ P. സ്മിത പ്രസിഡന്റായും CPI-ലെ TK ഷമീർ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. സ്മിത എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. 21-അംഗ ഭരണസമിതിയിൽ നടന്ന വോട്ടെടുപ്പിൽ സ്മിതയ്ക്ക് 11 വോട്ടുകൾ ലഭിച്ചു. UDF സ്ഥാനാർത്ഥി ഷമീറ അഷ്റഫിന് 9 വോട്ടുകളാണ് ലഭിച്ചത്. അക്കിപ്പാടം വാർഡിൽ നിന്നുള്ള പ്രതിനിധിയും ആശാ വർക്കറുമാണ് പുതിയ പ്രസിഡന്റ് P. സ്മിത.
മുന്നണി ധാരണ പ്രകാരം ആദ്യ 2.5 വർഷം CPIM-നും തുടർന്ന് CPI-ക്കുമാണ് പ്രസിഡന്റ് പദവി. മുപ്പത് വർഷമായി പഞ്ചായത്ത് നേരിടുന്ന വികസന മുരടിപ്പിന് അന്ത്യം കുറിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് പി. സ്മിത പറഞ്ഞു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കും പഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻഗണന നൽകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. അപ്രതീക്ഷിത തന്നെയാണ്, പക്ഷേ എന്റെ പാർട്ടി അതാണ് ആഗ്രഹിക്കുന്നതിലും അപ്പുറം ചെയ്യുന്നതാണ് പാർട്ടി. അതില് വ്യക്തി താല്പര്യങ്ങൾക്ക് അതിൽ പ്രസക്തിയില്ല. തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വിമതൻ ഇല്യാസിന്റെ നിലപാട് ചർച്ചയായി. വോട്ടെടുപ്പിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു. താൻ പാണക്കാട് ലീഗാണെന്നും ഇതുവരെ നേതാക്കൾ ആരും എന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, അത് നിങ്ങളോട് ഞാൻ പ്രസ് ക്ലബിൽ അന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജയിച്ചാലും ലീഗാണ്, തോറ്റാലും ലീഗാണ്. ഒരു നേതാക്കന്മാരും ഈ നേരം വരെ ബന്ധപ്പെട്ടിട്ടില്ല. എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നൊരു പദമുണ്ട്. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ നേതാക്കന്മാർ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് നേതാക്കന്മാർ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ഇടപാടാണ് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും തൽക്കാലം എന്റെ വാപ്പാന്റെ പേര് KP മജീദ് സാഹിബ് എന്നാണ്. അവിടെ നാട്ടില് ഈ പാർട്ടി പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അതിന് മൂപ്പരുടെ ബാക്കിൽ നിന്ന് കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ വഞ്ചിച്ചും കൊണ്ടും എന്റെ വാപ്പാന്റെ ഒരു പേര് കളയുന്നതായ രീതിക്കുള്ള ഒരു പരിപാടി ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് പറ്റൂല തോന്നിയാൽ നമ്മൾ മാറി നിൽക്കും. പിന്നെ ഒരു നേതാക്കന്മാരും എന്നെ സമീപിക്കാൻ എന്നെ വേണ്ട എന്നുള്ള രീതിയിലേക്കാണ് അവരുടെ നീക്കമെങ്കിൽ നമുക്ക് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതിനാണല്ലോ സ്വതന്ത്രമായിട്ട് മത്സരിച്ചിട്ടുള്ളത്. CCN മണ്ണാർക്കാട്. അലനല്ലൂർ എസ്റ്റേറ്റ് പടിയിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ലോറി മോഷണം പോയ കേസിൽ അതിഥി തൊഴിലാളി പിടിയിലായി. ഉത്തർപ്രദേശ് പിഹാനി സ്വദേശിയായ കുൽദീപിനെയാണ് നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷണം പോയ ലോറി മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഭാഗത്ത് നിന്ന് കണ്ടെത്തി. കുന്നമംഗലം പെരുമണ്ണ സ്വദേശി മുഹമ്മദ് സഹീദും പങ്കാളിയായ സുഭിലാഷും ചേർന്ന് നടത്തുന്ന സ്ഥാപനത്തിന്റെ ടാറ്റ അൾട്ര ലോറിയാണ് മോഷണം പോയത്. കഴിഞ്ഞ 25-ാം തീയതി രാത്രി എസ്റ്റേറ്റ് പടിയിലുള്ള ഗോഡൌണിന് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു വാഹനം. ഗോഡൌണിലെ തൊഴിലാളിയായ കുൽദീപിന്റെ കൈവശം വാഹനത്തിന്റെ താക്കോൽ ഉണ്ടായിരുന്നു. പിറ്റേന്ന് വാഹനം കാണാതായതിനെ തുടർന്ന് ഉടമകൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. താക്കോൽ കൈവശമുണ്ടായിരുന്ന കുൽദീപിനെ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിനൊടുവിൽ വണ്ടൂർ ചെറുകോട് താടിവളവ് എന്ന സ്ഥലത്ത് നിന്ന് വാഹനം കണ്ടെത്തുകയായിരുന്നു. നാട്ടുകൽ ഇൻസ്പെക്ടർ ഹബീബുള്ളയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ഹരിഹരൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജു, സുരേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. CCN ചത്തല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പുറം ജില്ലയിലെ ബാങ്കുകളിൽ സെപ്റ്റംബർ പാദത്തിൽ നിക്ഷേപത്തിലും വായ്പയിലും വൻ വർധനവ്. ജില്ലയിലെ ആകെ നിക്ഷേപം 46,607.02 കോടി രൂപയായി ഉയർന്നതായി ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം വിലയിരുത്തി. മലപ്പുറം റൂബി ലോഞ്ചിൽ നടന്ന യോഗം ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. കോട്ടോപ്പാടത്തിന്റെ അഭിമാനമായി മുഹമ്മദ് സിനാൻ. സമയോചിതമായ ഇടപെടലിലൂടെ 2 കൂട്ടുകാരുടെ ജീവൻ രക്ഷിച്ച കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സിദാൻ രാജ്യത്തിന്റെ പരമോന്നത ബാലപുരസ്കാരം ഏറ്റുവാങ്ങി. പ്രീമിയർ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 1ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ തുടക്കമായി. നജീബ് കാന്തപുരം MLA ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. വള്ളുവനാടൻ ഉത്സവങ്ങളുടെ വർണ്ണമേള പണിഞ്ഞ് ചെർപ്പുളശ്ശേരി പന്നിയംകുറിശി തിരുമാധാകുന്ന് ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. തിറാപ്പൂതൻ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും ഗജവീരന്മാരും പൂരത്തിന് പകിട്ടേകി. വൈകിട്ട് ക്ഷേത്രമൈതാനിയിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ നടന്ന വേലസംഗമത്തിന് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.
CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.